സാറേ. ഗുഡ് മോർണിംഗ് സാറേ. വെരി ഗുഡ് മോർണിംഗ്. ആരെ മനസ്സിലായില്ല? ഞാൻ ട്രഷറിലെ സദാശിവൻ സാർ പറഞ്ഞിട്ട് ന്യൂമറോളജിന്ന് വരുവാ. യൂറോയുടെ ഡോക്ടർ അല്ലേ? എനിക്ക് മൂത്രം ഒഴിക്കുമ്പോ ഒരു വേദന ഉണ്ടായിരുന്നു, അത് നോക്കാൻ വന്നതാണോ? യൂറോയുടെ അല്ല, ന്യൂമറോളജിന്ന്. സാർ എന്തോ പേര് മാറുന്നെന്ന് പറഞ്ഞു. പേര് മാറ്റുന്ന കാര്യം നീ ഒന്നേ. ഈ പേര് മാറ്റി കഴിഞ്ഞാലേ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവോ? അയ്യോ, പേര് മാറി കഴിഞ്ഞാൽ രാശി തന്നെ മാറുമല്ലോ. ഉദാഹരണത്തിന് സിനിമാ ലോകം എടുത്തു നോക്ക്. അബ്ദുൽ ഖാദർ പ്രൈനസറായപ്പോ അദ്ദേഹത്തിന്റെ ഫാദിനെ മാറിയില്ലയോ? കൃഷ്ണൻ നായർ ജയനായപ്പോഴോ? അതുപോലെ ഗോപാലകൃഷ്ണൻ ദിലീപായി, മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി. ഒരു കാര്യം ചെയ്യും, സാറ് നല്ലൊരു പേര് കണ്ടുപിടിക്കുക, എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അന്നേരം ഞാൻ ന്യൂമറോളജി പ്രകാരം അത് നല്ല പേരാണോ എന്ന് നോക്കിയിട്ട് പറയാം. ആണല്ലേ? ഉദാഹരണത്തിന് സാറ് പേരിടുമ്പം ഇള്ള്, ഇല്ല്, ഇറ്, ഇന്ന് ഇതൊക്കെ ചേർത്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇട്ടാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ല 2 പേര് സെലക്ട് ചെയ്തിട്ട് ന്യൂമറോളജി പറയാം. ഓക്കെ, അന്നേരം വന്നാ മതി. പേര് മാറിയിട്ട് വേണം ഇനി എന്റെ രാശി ഒന്ന് തെളിയാൻ. ആഹാ, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു പോലും പറയാതെ എന്റെ മോനിങ്ങോട്ട് വന്നിരിക്കുകയാണോ? എന്നെ മോനെ, ഞാൻ കേട്ടത് സത്യമാണോ? എന്നാ ഞാൻ കേട്ടത് സത്യമാണോ? നീ എന്താ കേട്ടതെന്ന് പറ. അച്ഛൻ പേര് മാറാൻ പത്രത്തിൽ പരസ്യം കൊടുത്തോ? ഓഹോ, അത് ചോദിക്കാനായിട്ടായിരിക്കും നീ ഇപ്പം ഓസ്ട്രേലിയയിൽ നീ കങ്കാരുവിനെ തോളലിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? എടുത്ത് മാറ്റടി, കണ്ണാടി എടുത്ത് വെച്ച. മരുമോളായിരുന്നോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 77-ാം വയസ്സിൽ ഇപ്പൊ പേര് മാറ്റേണ്ട ആവശ്യം എന്താ? എന്റെ പേര് മാറ്റത് എന്റെ സൗകര്യമല്ലേ, അതിന് നിനക്ക് എന്നാ കുഴപ്പം? അച്ഛാ, അതിന്റെ ആവശ്യം എന്താ വെച്ചാ, നമുക്കിപ്പോ ഒരു പേരുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പേര് മാറ്റി ഭാരതം ആക്കാൻ വേണ്ടി ഇവിടെ ചർച്ച നടക്കുന്നു, അതിന് നിനക്ക് കുഴപ്പമില്ല. എന്റെ പേര് മാറ്റുന്നതാണോ ഇപ്പൊ പ്രശ്നം? ഇന്ത്യ അല്ല ഇപ്പൊ എനിക്ക് എന്റെ അച്ഛൻ, അത് ഭാരതാംബയല്ലേ? അച്ഛന് ഇപ്പോഴത്തെ പേര് വത്സൻ അല്ലേ? നല്ല പേര് അല്ലേ വത്സൻ? എന്റെ കടയപ്പ പലഹാരത്തിന്റെ പേരെടുത്ത് എനിക്ക് ഇട്ടിരിക്കുക, വത്സൻ. കടയപ്പ പലഹാരം. പപ്പി, നീ മിണ്ടാരി പപ്പി, ഞാൻ ചോദിക്കാം. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, ഇവിടെ പപ്പി എന്നുള്ള പട്ടിയുടെ പേര് മാറ്റിട്ട് ഇവക്ക് നല്ലൊരു പേരെടുത്തിട്. എനിക്ക് മലയാളം കുറച്ച് അറിയാം. ആ പട്ടിയുടെ പേര് തന്നെ കിടന്നോട്ടെ, കാരണം അവക്ക് മലയാളം കുറച്ച് അറിയാമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, മഹേഷ് വത്സൻ, ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റിലെ പേര്. ഇനിയിപ്പൊ അച്ഛൻ പുതിയ പേരിടുമ്പോ ഞാൻ എത്രമാത്രം കയറി ഇറങ്ങണം ഈ പേരൊക്കെ തിരുത്താൻ? അതുപോലെ ഞാൻ കയറി ഇറങ്ങിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൽ വത്സൻ, അച്ഛൻ വേറെ പേരിടും. ആൾക്കാർ വിചാരിക്കില്ല എനിക്ക് 2 തന്ത ഉണ്ടെന്ന്. എടാ, നിന്റെ തന്ത ഞാനാണെന്ന് നീ പറയേണ്ടതാവേ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ പ്രശ്നം ഒതുക്കി തീർക്കാൻ വിചാരിക്കണ്ട. ഞാൻ മാത്രമല്ലല്ലോ, ഇറ്റലിയിൽ ഒരു അനിയനുണ്ടല്ലോ എനിക്ക്, അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിന്. അവനും വന്നിട്ടുണ്ടോ? ഞങ്ങൾ അറിഞ്ഞു കേട്ട് വന്നതാ. അപ്പൊ ഞാൻ പേര് മാറ്റുന്നത് അറിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് അവനും ഓസ്ട്രേലിയയിൽ നീയും വന്നു. എന്റെ മക്കളെ എനിക്കൊന്ന് കാണാലോ, എന്റെ ദൈവമേ. എനിക്ക് ഇറ്റലിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. അത് അവിടെ പന്തല് വല്ലതും താത്തി കെട്ടിയ. എനിക്ക് ഇറ്റലിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. എടാ, ഇറ്റലി സർക്കാരിന്റെ വല്ല സാധനം നീ മോഷ്ടിച്ചെങ്കിൽ തിരിച്ചു കൊടുക്കാം, അപ്പൊ നിനക്ക് തല ഉയർത്തി നടക്കാം. മോഷ്ടിച്ചെങ്കിൽ അതിന് അന്തസ്സുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണോ? ഈ അച്ഛൻ ചെയ്ത പരിപാടി എന്ന് ചേട്ടൻ അറിയാമോ? മെനിങ്ങാണ് ഫേസ്ബുക്കിൽ ഈ അച്ഛന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ഈ ഫോട്ടോക്ക് പറ്റിയ നാമം നിർദ്ദേശിക്കുന്നു. അച്ഛന് പേരിടണമെങ്കിൽ അറിയാൻ ഞങ്ങൾ എടുത്ത് നോക്കണം. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് നാട്ടുകാരെ കൊണ്ടെന്തിനാ പേരിടിപ്പിക്കുന്നത്? അതെ, അച്ഛൻ ഇപ്പൊ പേര് മാറ്റാനുള്ള കാരണം? പേര് മാറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയണം. ഇവൻ ഓസ്ട്രേലിയയിൽ കിടക്കുന്നു, അവൻ ഇറ്റലിയിൽ കിടക്കുന്നു. ഈ 2 പേര് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഓസ്ട്രേലിയ കിടക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കിയാ ഇന്ത്യ കിടക്കുന്ന അച്ഛൻ എങ്ങനെ കാണും? എന്റെ കാര്യം നോക്കാനായിട്ട് ആരുമില്ല. എനിക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് തരാനോ എന്റെ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഞാന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി. അത് ശരി. അപ്പൊ അങ്ങനെ ആ റൂട്ട്. അമ്മ മരിച്ചിട്ട് 38 വർഷം ആവുന്നേ ഉള്ളൂ. ഇത്രയ്ക്ക് തിരക്കായിരുന്നു വെച്ചാൽ അടുത്ത കല്യാണം കഴിക്കാൻ. നിന്റെ ഭാര്യ പിണങ്ങിപ്പോട്ട് 3 മാസേ ആയുള്ളൂ. അന്നേരത്തേക്ക് നീ വേറൊരു കല്യാണം കഴിച്ചില്ലേ? നിനക്ക് എന്ത് വയസ്സുണ്ടോ എന്നോട് പറയാനായിട്ട്? എനിക്ക് വയസ്സില്ലായിരിക്കും, പക്ഷെ എന്റെ അനിയന് വയസ്സുണ്ട്. ചോദിക്കടാ, നീ ചോദിക്കടാ. വനജയുടെ അച്ഛന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നിന്റെ വർത്താനം പറഞ്ഞാൽ കേട്ടാ തോന്നുന്നില്ലടാ, ഞാൻ വനജയുടെ അമ്മയെ കൂടെ കൂട്ടാൻ പോകുന്നതെന്ന്. പിന്നെ കൂടെ കെട്ടാൻ അവിടെ
ചെല്ല് കൊറേ നിന്ന് തരും. എന്റെ അമ്മ വീട്ടിലൊന്നുമില്ല. എവിടെ പോയി? അത് കഴിഞ്ഞ ആഴ്ച ഇവളമ്മ ഒരു ആട്ടോക്കാരനെ വിളിച്ചോടി പോയി. പക്ഷെ അവൾ അച്ഛൻ പ്രതികാരം ചെയ്ത് ആ ആട്ടോക്കാരന്റെ ഭാര്യ തന്നെ വിളിച്ചോണ്ട് വന്നു. സൂപ്പർ ഫാമിലി. അച്ഛാ ഇപ്പൊ ഈ പേര് മാറ്റേണ്ട കാര്യം എന്താ അത് പറ. പേര് മാറ്റേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിത പങ്കാളിയുടെ പേര് റേച്ചൽ. എന്റെ പേര് വത്സൻ. റേച്ചൽ വത്സൻ. റേച്ചൽ വത്സൻ. പേരിനൊരു ഗുമ്മില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയ പേരെന്തുവാ? എന്റെ പുതിയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഏത് പേര്? റോളക്സ്. ഇളയ കുഞ്ഞിന് ഒരു പല്ല് വന്നിട്ടേ ഉള്ളൂ. അവൻ എങ്ങനെ റോളക്സ് അപ്പന്ന് വിളിക്കുന്നത്? അല്ല ഭാസ്കരെന്നോ ശങ്കരെന്നോ മാധവനെന്നോ തങ്കപ്പെന്നോ ഇടാനുള്ളത് റോളക്സ്. അച്ഛന് ഈ റോളക്സ് എന്നുള്ള പേര് എവിടുന്ന് കിട്ടി? വിക്രം സിനിമയിലെ സൂര്യയുടെ പേരാ അത്. അയ്യോ അത് വിക്രം സിനിമയിലെ സൂര്യ. ഈ അസ്തമിക്കാൻ പോണ സൂര്യൻ എന്തിനാണ് അച്ഛാ ഈ പേര്? എന്നാലും ഞാൻ ആ പേര് തന്നെ ഇടും. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ വന്നേ, നീ വന്നേ. സംഭവം വേറെ ഒന്നുമല്ല. വയസ്സാം കാലത്ത് അച്ഛന് ഏതോ ഒരു മൂപ്പത്തിയായിട്ട് കണക്ഷൻ ആയി ഈ റേച്ചൽ എന്നുള്ള. ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഈ കല്യാണം കഴിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പെണ്ണുമുള്ള സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തോണ്ട് പോകുന്നത് എന്റെ പേടി. അവരെ കുഞ്ഞുങ്ങളെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വത്ത് പോകും. പിന്നെ മക്കൾ അത്രോടൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ചോദിക്കാം. അതെ, ഈ ജീവിത പങ്കായത്തിന് വെങ്കായോ? അല്ല മറ്റേ പങ്കാളിക്ക് എത്ര പിള്ളേരുണ്ട് ഇപ്പം? 38 പിള്ളേര്. എന്തിനാ 38 പിള്ളേരുള്ളവരുടെ കെട്ടിയെടുക്കുന്നത്? എടാ 38 പിള്ളേരും അവരുടെ അല്ല. അവര് കല്യാണം കഴിച്ചിട്ടില്ല. അവരൊരു അംഗനവാടി നടത്തുകയാണ്. ഈ 38 പിള്ളേരെയും അവരുടെ പിള്ളേരെ പോലെയാണ് അവര് നോക്കുന്നത്. അപ്പൊ ഈ പെങ്കൊച്ചിന് എത്ര വയസ്സുണ്ട്? 33 വയസ്സ്. 33. അച്ഛന് 70 കഴിഞ്ഞു. 33 വയസ്സെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യയൊക്കെ ചെറുപ്പം. നാട്ടക്കേസ് തന്നെയാണ്. ഇത് ആകെ വിഷയം. കാര്യം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ ഉള്ളതെല്ലാം അവളെ പേരിലാവും. അപ്പൊ ഈ 33 വയസ്സുണ്ടെങ്കിൽ എന്നാ നാളെ അച്ഛൻ തട്ടിപ്പോ. അതിന്റെ പേര് മനഃപൂർവ്വമാണ്. അതെ അച്ഛാ, ഈ പ്രണയം അച്ഛൻ വിശ്വസിക്കരുത്. ഇത് വിദേശത്തൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ വയസ്സായ ആൾക്കാരെയൊക്കെ പ്രണയിച്ചെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് അച്ഛൻ ഇന്നോ നാളെ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ സ്വത്ത് മൊത്തം അവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ്. അതിന് ആര് കല്യാണം കഴിക്കുന്നു? ഞാൻ കല്യാണം കഴിക്കത്തില്ല. പിന്നെ ലിവിൻ ടുഗദർ ആക്കാൻ പോവാ. ലിവിൻ ടുഗദർ. ലിവിംഗ് ടുഗദറാ? ഈ പ്രായത്തിൽ അച്ഛന് ലിവിംഗ് ടുഗദറിനെ കുറിച്ച് വല്ല അറിയാമോ അച്ഛാ? എടാ പണ്ടും ഉണ്ടായിരുന്നു ഈ സാധനമൊക്കെ. പക്ഷെ ഇതിന്റെ പേര് വേറെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ കയറി പൊറുതി. തമിഴ്നാട്ടിലാണെങ്കിൽ ചിന്ന വീട്. ഇപ്പൊ അത് ലിവിൻ ടുഗദർ. അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ, അച്ഛൻ വേണമെങ്കിൽ പേര് മാറ്റിക്കോ. പക്ഷെ ഈ കൊച്ചു പെണ്ണിനെ കെട്ടിയാണുള്ള പേര് ദോഷം അത് ജമ്മത്ത് മാറൂല. ആ പേര് ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. അച്ഛാ നോ റോളക്സ്.